empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഹെറോദിയായെക്കുറിച്ചായിരുന്നു. കർത്താവ് വലിയൊരു മുന്നറിയിപ്പായി, ഒരു താക്കീതായിട്ടാണ് ഹെറോദിയായെ നമുക്ക് മുൻപിൽ കൊണ്ടുവന്ന് തരുന്നത്. തൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ നിയമങ്ങൾക്കോ കർത്താവിൻ്റെ വചനത്തിനോ യാതൊരു വിലയും നൽകാത്ത ഒരുവളായിരുന്നു ഹെറോദിയ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ മകളെ പോലും ഉപയോഗിച്ചവളായിരുന്നു ഹെറോദിയ. മുന്നറിയിപ്പുകൾ ഒത്തിരിയേറെ ലഭിച്ചിട്ടും കർത്താവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു നടക്കാൻ അവൾ കൂട്ടാക്കിയിട്ടില്ല. ഒടുവിൽ അവളുടെ ജീവിതം അവസാനിക്കുന്നത് അവൾ നാട് കടത്തപ്പെടുന്നതായിട്ടാണ് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ലജ്ജാകരമായ ഒരു അവസാനത്തിലേക്കാണ് അവളുടെ ജീവിതം എത്തി നിൽക്കുന്നത്. കർത്താവിൻ്റെ വഴിയെ നടക്കാൻ കർത്താവ് നമുക്ക് ഒത്തിരിയേറെ അവസരങ്ങൾ നൽകും, മുന്നറിയിപ്പുകൾ നൽകും, താക്കീതുകൾ നൽകും. ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമ്മുടെ അവസാനം എന്തായിരിക്കുമെന്നും പരിശുദ്ധ വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ദാവീദ് രാജാവ് 119 സങ്കീർത്തനം 80 തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ കുറ്റമറ്റതായിരിക്കട്ടെ. നമുക്കറിയാം, ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ കർത്താവിലേക്ക് തിരികെ വരാൻ രാജാവ് ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. മുന്നറിയിപ്പുകൾ ലഭിച്ചപ്പോൾ കർത്താവിലേക്ക് ഓടി വന്ന് അനുതാപമേറിയ ഹൃദയത്തോടെ കർത്താവിലേക്ക് അടുക്കുന്ന ദാവീദ് രാജാവിനെ നമ്മൾ കാണുന്നത്. ആ രാജാവാണ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. കർത്താവിൻ്റെ വഴിയെ നടക്കുന്നതിൽ മാറിപ്പോകുമ്പോൾ നമ്മൾ ലജ്ജിതരായി തീരുമെന്ന്. കർത്താവിൻ്റെ വഴിയെ കുറ്റമറ്റ വിധം പോകുന്നവരായി നാം ഓരോരുത്തരും മാറണമെന്ന്. ഇതിനായി നമുക്ക് കർത്താവിൻ്റെ കൃപ ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. കർത്താവ് നയിക്കുന്ന വഴിയെ പോകുവാനുള്ള അഭിഷേകത്തിനായി, ആ ഒരു കൃപയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട്, ഇന്നത്തെ ശുശ്രൂഷകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ നയിക്കണേ കർത്താവേ. അങ്ങയുടെ വഴിയെ ഞങ്ങളെ കൃത്യമായി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നയിപ്പിനനുസരിച്ച് പോകുവാനുള്ള വലിയ കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, ഞങ്ങളെ നയിക്കണമേ. നയിക്കുനാഥാ അങ്ങേ നീർച്ചാലു തന്നിലായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശോയേ. എന്നിൽ വസിക്കുനാഥാ അങ്ങേ ശാന്തിയിൽ ജീവിക്കുവാൻ. ഹല്ലേലൂയ. എന്നെ നയിക്കുനാഥാ അങ്ങേ നീർച്ചാലു തന്നിലായി ഞങ്ങളെ നയിക്കണേ യേശോയേ. എന്നിൽ വസിക്കുനാഥാ അങ്ങേ ശാന്തിയിൽ ജീവിക്കുവാൻ. യേശോയേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലവനാമേൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. നല്ലവനാമേൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. നല്ലവനായ ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ മുൻപിൽ നല്ലവളായി ജീവിക്കുവാൻ, അങ്ങയുടെ മുൻപിൽ നന്നായി ജീവിക്കുവാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, അമ്മയെ പോലെ നാഥൻ എന്നെ മാറോട് ചേർത്തിടുമ്പോ ആനന്ദം എന്നുള്ളിലായി നിത്യം തുള്ളി തുളുമ്പിടുന്നു. ഹല്ലേലൂയ. അമ്മയെ പോലെ നാഥൻ എന്നെ മാറോട് ചേർത്തിടുമ്പോ ആനന്ദം എന്നുള്ളിലായി നിത്യം തുള്ളി തുളുമ്പിടുന്നു. ഞങ്ങളെ നയിക്കണേ ഈശോയേ. നല്ലവനാമേൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ.
നന്നായി ജീവിക്കും ഞാൻ, നന്നായി ജീവിക്കും ഞാൻ, നന്നായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. നന്നായി ജീവിക്കുവാൻ, നല്ലവനായ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നന്നായി ജീവിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ നയിക്കണമേ, അങ്ങയുടെ വഴിയിൽ ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വഴിയെ നടന്ന് കുറ്റമറ്റ വിധം ദൈവവചനങ്ങളെ, ദൈവനിയമങ്ങളെ പാലിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ, ആ ഒരു അഭിഷേകത്തിൽ ഞങ്ങൾ നിറയുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ഒരു വലിയ കൃപ അഭിഷേകമായി മാറുവാനായിട്ട് യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരമ്മയെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിലും നമുക്ക് ഈ അമ്മയെ കാണുവാനായി സാധിക്കും. എന്നാൽ ആ അമ്മയുടെ പേരെന്താണെന്ന് ഇരുവരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ കാനാൻകാരി സ്ത്രീ എന്നാണ് അവളെക്കുറിച്ച് പറയുന്നത്. വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിലാകട്ടെ സീറോഫിനേഷ്യൻ സ്ത്രീ എന്നും അവൾ അറിയപ്പെടുന്നു. ഈ അമ്മയിൽ നിന്നും കർത്താവ് ഇന്ന് നാം ഓരോരുത്തരോടും എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ അമ്മയെ നമ്മൾ കാണുന്നത് അവൾ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. എന്തിനാണ്? അവളുടെ മകൾ അശുദ്ധാത്മാവ് ബാധിച്ച് വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലായിരുന്നു. ആ മകളെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് ഈ അമ്മ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. നമുക്ക് ആ വചനഭാഗത്തേക്ക് ഒന്ന് കടന്നു വരാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 22-ാം തിരുവാക്യം. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഇതേ ഭാഗം തന്നെ വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ എങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ മർക്കോസ് ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 25-ാം തിരുവാക്യം. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവന്റെ കാൽക്കൽ വീണു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിനു മുൻപ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതും ഒരമ്മയെക്കുറിച്ച് തന്നെയായിരുന്നു. എന്നാൽ ആ അമ്മ തൻ്റെ മകൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. ഹെറോദിയ എന്ന ഒരമ്മ, അവൾ തൻ്റെ മകളെ ഉപയോഗിച്ച് അവളുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ നിറവേറ്റുകയാണ്, അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയാണ്. എന്നാൽ അതിന് നേർ വിപരീതമാണ് ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരമ്മ, ഈ ഒരു സീറോഫിനേഷ്യൻ സ്ത്രീ. അവൾ, നമുക്കറിയാം, വിജാതീയർക്ക് സംബന്ധിച്ചിടത്തോളം യഹൂദരുടെ അടുക്കൽ വരുവാനോ അവരെ സമീപിക്കുവാനോ അവരെ തൊടുവാനോ ഇതിനൊന്നും അനുവാദമുണ്ടായിരുന്നില്ല. അവർ അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥ അനുസരിച്ച് ശത്രുതയുള്ളവരായിരുന്നു. അവർക്ക് ഒരു കാരണവശാലും യഹൂദരുടെ അടുക്കൽ വരാൻ സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ ആ ഒരു തടസ്സം ഒന്നും ശ്രദ്ധിക്കാതെ, അത് നൽകുന്ന ആ ഒരു പ്രതിസന്ധികൾ ഒന്നും നോക്കാതെ ഈ ഒരമ്മ
കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. കർത്താവ് നടന്നു പോകുമ്പോൾ നമുക്കറിയാം ഒത്തിരിയേറെ യഹൂദർ കർത്താവിൻ്റെ ഒപ്പം ഉണ്ടാകും, ശിഷ്യന്മാരെല്ലാവരും ഉണ്ടാകും. എന്നാൽ ഇതൊന്നും ഭയക്കാതെ തൻ്റെ മകൾക്ക് വേണ്ടി ആ അമ്മ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. മറ്റ് തടസ്സങ്ങളിലേക്ക് ഒന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. തൻ്റെ മകളുടെ രക്ഷ, അവൾ സൗഖ്യമാകണം, അവൾ നല്ല മകളായിട്ട് സുഖമുള്ളവളായിട്ട് അവൾ ജീവിക്കണം. അതിനുവേണ്ടി ആ അമ്മ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നാം ഓരോരുത്തരും അമ്മമാരാണ്. അമ്മമാരായിരിക്കുന്ന നാം ഓരോരുത്തരും എത്രമാത്രം കർത്താവിൻ്റെ അടുക്കൽ നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഓടി ചെല്ലുന്നുണ്ട്. കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൽ എത്രമാത്രം അഭയം പ്രാപിക്കുന്നുണ്ട്. ഹെറോദിയ തൻ്റെ കാര്യത്തിനു വേണ്ടി തൻ്റെ മകളെ ഉപയോഗിച്ചപ്പോൾ ഈ ഒരു അമ്മ തൻ്റെ മകൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാവുകയാണ്. കർത്താവിലേക്ക് ഓടി അണയുകയാണ്. അവൾ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് വചനം പറയുന്നുണ്ട്. കർത്താവിനെ കുറിച്ച് കേട്ട് അവൾ എന്താ കർത്താവിനെ വിളിക്കുന്നേ? ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്നാ കർത്താവിനെ വിളിക്കുന്നേ. കർത്താവിനെ കൃത്യമായി അറിഞ്ഞവളായിരുന്നു ഈ ഒരു അമ്മ. കർത്താവ് ആരാണെന്ന് അവൾക്കറിയാമായിരുന്നു. യഹൂദ അല്ലാത്ത അവൾ എപ്രകാരമാണ് ഈ ഒരു അറിവിലേക്ക് എത്തിയത്? കർത്താവിനെ കുറിച്ച് അവൾ കേട്ടിരുന്നു, കർത്താവിനെ അവൾ അനുഗമിച്ചിരുന്നു. അപ്പോഴാണ് ക്രിസ്തു കർത്താവ് ആരാണെന്നുള്ള ഒരു സത്യത്തിലേക്ക് അവൾ എത്തുന്നത്. ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കാൽക്കൽ അവൾ വീഴുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? അവളുടെ മകൾക്ക് വേണ്ടിയിട്ട്, തൻ്റെ മകളുടെ രക്ഷയ്ക്ക് വേണ്ടി എത്രമാത്രം റിസ്ക് എടുത്തും കർത്താവിൽ അഭയം പ്രാപിക്കുന്ന ഒരമ്മയാ ഇന്ന് തിരുവചനം നമുക്ക് മുൻപിൽ കൊണ്ടുവന്ന് തരുന്നത്. ഹെറോദിയായെ പോലെ കർത്താവിനെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വഴി വിട്ടുകളഞ്ഞ് ലോകസുഖങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന ഒരമ്മയല്ല നമ്മളിവിടെ കാണുന്നത്. മറ്റെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ജീവിതം മുൻപോട്ട് എന്താണെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. ശത്രുക്കളുടെ ഇടയിലേക്ക് അവൾ കടന്നു ചെല്ലുന്നത്. യഹൂദർ അവളെ വെറുതെ വിടുകയില്ല, ഉറപ്പായിട്ടും അവളെ കുറ്റം വിധിക്കും, കളിയാക്കും. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൾ ഓടിയെത്തുകയാണ്. കർത്താവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ കുഞ്ഞിന് വേണ്ടി അവൾ കരഞ്ഞപേക്ഷിക്കുകയാണ്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. അവൾ തൻ്റെ എല്ലാ അസുഖങ്ങളിൽ നിന്നും ആ ഒരു അശുദ്ധാത്മാവിൻ്റെ ആ ഒരു ബാധയിൽ നിന്നും അവൾ മോചിതയാവുകയാണ്. എന്താണ് അവൾക്ക് ഈ മോചനം നേടിക്കൊടുത്തത്? അവളുടെ അമ്മയുടെ വിശ്വാസമാണ്, അവളുടെ അമ്മയുടെ കരഞ്ഞുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മോട് കർത്താവ് ഇതിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് സ്വയം നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കുഞ്ഞിന് വേണ്ടി, നമ്മുടെ കുഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുവാൻ വേണ്ടി എത്രമാത്രം നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം എത്രമാത്രം, ആ ഒരു വിശ്വാസത്തിൻ്റെ തലം എത്രമാത്രം ഉയർന്നിട്ടുണ്ട് നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഒരു വിജാതിയായ കർത്താവുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന ഈ ഒരു സീറോ ഫിനീഷ്യൻ സ്ത്രീ കൃത്യമായി കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ ശക്തിയെ മനസ്സിലാക്കി എല്ലാവരുടെയും മുൻപിൽ അത് ഏറ്റു പറയുന്നവളായി മാറുകയാണ്. കർത്താവിൽ അവൾ ആശ്രയം കണ്ടെത്തുകയാണ്. ആ കുഞ്ഞ് സുഖം പ്രാപിക്കുകയാണ്. കുഞ്ഞിന് വേണ്ടി ആ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വലിയ അത്ഭുതം സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനൊക്കെ മുൻപ് നമ്മൾ പഠിച്ച സറേഫാത്തിലെ ഒരു വിധവയുണ്ട്. അവിടെയും ഇപ്രകാരം അവളുടെ കുഞ്ഞിന് വലിയൊരു അപകടം സംഭവിക്കുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 17-ഉം 18-ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആ ഗ്രഹനായികയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി. രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു. അവൾ ഏലിയായോട് പറഞ്ഞു, ദൈവപുരുഷ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇങ്ങനെ ചെയ്തത്? എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ അങ്ങ് ഇവിടെ വന്നത്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയും നമ്മൾ ഒരമ്മയെ തന്നെയാണ് കാണുന്നത്. വലിയ വിഷമത്തിലായിട്ടുള്ള ഒരമ്മയെ. ആ അമ്മ എന്നാൽ കർത്താവിനോട് എണ്ണി പറക്കുകയാണ്,
പ്രവാചകനായ ഏലിയായെ കുറ്റപ്പെടുത്തുകയാണ്. തനിക്ക് മേൽ വന്ന ആ ഒരു വിപത്തിനെ അവൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവൾക്ക് ആ ഒരു വിശ്വാസത്തിൻ്റെ തലം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ പരിശോധിച്ചതാണ്. ഏലിയ പ്രവാചകൻ ആ ഭവനത്തിലുണ്ട്. അനുദിനം കർത്താവിൻ്റെ ആ ഒരു പ്രൊവിഷൻ കൊണ്ടുപോകുന്ന, കർത്താവ് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഭവനമായിരുന്നു അത്. എന്നിട്ടും അവളുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ കർത്താവ് അവിടെ ഇടപെടാൻ സാധിക്കുന്ന ശക്തനായ ഒരുവനാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതുപോലെ യാതൊരു അനുഭവവും ഇല്ലാത്ത ഒരു പാവപ്പെട്ട അമ്മയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ലോകത്തിൻ്റെ മുൻപിൽ വിജാതിയായ, കർത്താവിനെ അറിയാത്ത, യഹൂദയല്ലാത്ത ഒരു ഗ്രീക്കുകാരിയായ സീറോഫിനേഷ്യൻ സ്ത്രീ. അവളുടെ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്ക് മുൻപിൽ വലിയ വെല്ലുവിളിയാണ്. കർത്താവിൽ അവൾ സർവ്വതും സമർപ്പിക്കുകയാണ്. അങ്ങനെ അവളുടെ മകളുടെ രക്ഷ അവൾ നേടിയെടുക്കുകയാണ്. ഓരോ അമ്മമാരുടെയും മിഷൻ എന്താണെന്നാണ് ഇവൾ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ കണ്ണുനീരോടെ ആയിരിക്കാൻ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് ഓരോ അമ്മയെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്കുള്ള ഏറ്റവും വലിയ മിഷൻ എന്ന് പറയുന്നതും അത് തന്നെയാണ്. തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവരെ കൃത്യമായ വഴിയെ നടത്തുക എന്നതാണ് ഓരോ അമ്മയുടെയും ഏറ്റവും പരമപ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത്. നമുക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ 2-ാം അധ്യായം 19-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. നമുക്കറിയാം, വിലാപങ്ങളുടെ പുസ്തകം ബാബിലോൺ പ്രവാസകാലത്ത് എഴുതപ്പെട്ട ഒന്നാണ്. അന്ന് അവിടെ നേരിട്ടിരുന്ന വലിയ പ്രതിസന്ധിയിലാണ് ഈ ലേഖകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കർത്താവ് ഈ ഒരു വചനത്തിലൂടെ നമ്മോട് എന്താണ് സംസാരിക്കുന്നത്? നമ്മുടെ മക്കൾ ഇന്ന് സമൂഹത്തിൽ വളരെയേറെ വലിയ വിപത്തുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് വേണ്ടി യാമങ്ങളുടെ ആരംഭത്തിൽ രാത്രിയിൽ എല്ലാം എഴുന്നേറ്റ് നിലവിളിച്ച് പ്രാർത്ഥിക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ മക്കൾ കർത്താവിൻ്റെ വഴിയിൽ മുന്നേറണമെങ്കിൽ അവരുടെ അമ്മമാരുടെ പൂർണ്ണമായ പ്രാർത്ഥനാ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. അതാണ് കർത്താവ് ഇന്ന് സീറോഫിനേഷ്യൻ സ്ത്രീയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. തിരുസഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഒത്തിരിയേറെ അമ്മമാരെ നമുക്ക് കാണുവാൻ സാധിക്കും. തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് അവരെ വിശുദ്ധിയുടെ വഴിയെ കൊണ്ടു നടന്ന അമ്മമാരെ കുറിച്ച്. അതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് നമുക്കറിയാം വിശുദ്ധ അഗസ്തീനോസിൻ്റെ അമ്മയായ വിശുദ്ധ മോനിക്ക തന്നെയാണ്. വിശുദ്ധ മോനിക്ക അമ്മ 17 വർഷക്കാലമാണ് തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഓരോ വർഷം കഴിയും തോറും അവൾ നിരാശപ്പെടുകയല്ല ചെയ്തത്. 17 വർഷം നിരന്തരമായി തൻ്റെ മകന് വേണ്ടി അവൾ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ ഒരു പോസിറ്റീവ് സൈൻ അവൾക്ക് ലഭിച്ചിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ സെൻറ്റ് അഗസ്റ്റിൻ ആ ഒരു കാലഘട്ടത്തിൽ വളരെ മോശമായ രീതിയിൽ പോകുന്ന അവസ്ഥയായിരുന്നു. തൻ്റെ പ്രാർത്ഥനകളെല്ലാം നിഷ്ഫലമായി പോവുകയാണോ എന്ന് സംശയിച്ച് ആ അമ്മയ്ക്ക് പ്രാർത്ഥന നിർത്താമായിരുന്നു, കർത്താവിനെതിരെ തിരിയാമായിരുന്നു. 16-ാമത്തെ വർഷത്തിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, ഒരു 16 വർഷം പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. മോനിക്ക അമ്മ തുടർന്നും പ്രാർത്ഥിക്കുകയാണ്. 16-ാമത്തെ വർഷവും അവൾ പ്രാർത്ഥിക്കുകയാണ്. 17-ാമത്തെ വർഷത്തിലാണ് അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. സഭയ്ക്ക് ഇത്രയേറെ വലിയൊരു വിശുദ്ധനെ കിട്ടുന്നത് 17-ാമത്തെ വർഷത്തിൽ. ആ ഒരു 17 വർഷത്തെ ഒരു അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. പിന്നീട് വിശുദ്ധ അഗസ്തീനോസ് തന്നെ പറയുന്നുണ്ട് തൻ്റെ അമ്മയുടെ പ്രാർത്ഥനയെക്കുറിച്ച്. ഇന്ന് ഞാൻ ദൈവവഴിയിലാണെങ്കിൽ അതിന് കാരണം എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണെന്ന് വിശുദ്ധ അഗസ്തീനോസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നാം ഓരോരുത്തരും, അമ്മമാരായിരിക്കുന്ന നാം ഓരോരുത്തർക്കും
ഓരോരുത്തർക്കും ചിന്തിക്കാം. നമ്മുടെ മക്കളുടെ ആത്മീയ തലത്തിൽ എത്രമാത്രം സഹായിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ച് അവരെ നേരായ വഴിയെ നടത്താൻ എത്രമാത്രം നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ വളരെയേറെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം മക്കളെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്ത് അവരെ കർത്താവിൻ്റെ വഴിയെ നടത്തുക എന്നുള്ളതാണ്. നമ്മൾ വായിച്ചു കേട്ട ഒരു വചനഭാഗം വിലാപങ്ങളുടെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യം അതൊരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് സ്വന്തമാക്കി, നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വന്തമാക്കി നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവാക്യം. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലുകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവനു വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. കർത്താവിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കൈകൾ ഉയർത്തുന്നവരായി, കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറാം. അപ്പോഴാണ് കർത്താവിന് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുക. നമ്മൾ കണ്ടു സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ മകൾ, അവൾ എല്ലാ ദുഃഖങ്ങളും എല്ലാ അസുഖങ്ങളും മാറി, അശുദ്ധാത്മാവൊക്കെ ഒഴിഞ്ഞു മാറി, അവൾ മിടുക്കിയായി കർത്താവിൻ്റെ പൈതലായി അവൾ മാറുകയാണ്. അവളുടെ അമ്മയുടെ പ്രാർത്ഥന, അവളുടെ അമ്മയുടെ ആ ഒരു പ്രയത്നം പൂവണിയുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായി, അവർക്ക് വേണ്ടി നിലവിളിക്കുന്നവരായി നമുക്ക് മാറാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 25-ാം തിരുവാക്യം സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വലിയൊരു മാതൃകയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. തിരുവചനം പറയുകയാണ്, എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, സീറോ ഫിനീഷ്യൻ സ്ത്രീ അവൾ യേശുവിനെ പ്രണമിച്ച്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പ്രാർത്ഥന നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കാം. കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ചുറ്റുമുള്ളവർക്ക് വേണ്ടി കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുൻപിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. തീർച്ചയായും ഇവിടെ കർത്താവ് ചെയ്തതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുക തന്നെ ചെയ്യും. കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുൻപിലേക്ക് കടന്നു ചെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ഭവനങ്ങളെ ഏൽപ്പിക്കുകയാണ്, ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും ഏൽപ്പിക്കുകയാണ്. കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് സഹായമെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നിലവിളിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. എഴുന്നേറ്റു നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം. സഹായിക്കണമേ. കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. കർത്താവേ, ആ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. രാത്രിയിലും യാമങ്ങളുടെ ആരംഭത്തിലും എല്ലാം അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേക തലത്തിലേക്ക് കർത്താവേ ഞങ്ങളെ ഉയർത്തണമേ. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വരാം കർത്തനരികിൽ, കരഞ്ഞിടാം മനം തകർന്ന്. കടന്നു വരാം കർത്തനരികിൽ, കരഞ്ഞിടാം മനം തകർന്ന്. ഹന്നായിൻ ദൈവം, ഹാഗാറിൻ ദൈവം കണ്ണുനീരിൽ വെളിപ്പെടുമേ. ഹന്നായിൻ ദൈവം, ഹാഗാറിൻ ദൈവം കണ്ണുനീരിൽ വെളിപ്പെടുമേ. നിലവിളിക്കാം, നാം നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം. നിലവിളിക്കാം, നാം നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം. കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. കാലങ്ങളിൽ യാമാരംഭത്തിൽ
ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അങ്ങേ വിളിച്ച് അപേക്ഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ, ലോകത്തിൻ്റെ ശക്തികളിൽ ആശ്രയിക്കാതെ, അങ്ങിൽ ആശ്രയം കണ്ടെത്തുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുവാനുള്ളൊരു അഭിഷേകം കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സീറോ ഫിനിഷ്യൻ സ്ത്രീ നമുക്ക് കാണിച്ചു തന്നതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്കൊരുങ്ങാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിച്ച് കർത്താവിൻ്റെ വഴിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9452199811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.